ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥാ രസവാഹിനി, അധ്യായം 11, ഭാഗം 2. രാമൻ ഈ വസ്തുതകൾ പറഞ്ഞ് അമ്മയെ ബോധ്യപ്പെടുത്തിയപ്പോൾ കൗസല്യ ചോദിച്ചു, രാമ, കൈകേയി സത്യമായും ആ വിവരങ്ങൾ ആവശ്യപ്പെട്ടുവോ? കൈകേയിക്ക് നിന്റെ നേരെ അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നില്ലേ? അവൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല. അഥവാ അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ അത് രാജാവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും എന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഈ ലഘുവായ കാര്യത്തിന് എന്തിനാണ് ഇത്ര കുഴപ്പവും ഉത്കണ്ഠയുമെല്ലാം? അല്ലെങ്കിൽ അവൾ ആ വരങ്ങൾ ആവശ്യപ്പെട്ടെന്നിരിക്കട്ടെ, നിന്റെ പിതാവ് അവ അനുവദിക്കുന്നതിന് എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? ഇത് വിശ്വസിക്കാൻ മനസ്സ് വരുന്നില്ല. തൻ്റെ സന്നിധിയിൽ ഒരൊറ്റ നിമിഷം പോലും നീ ഇല്ലാതിരിക്കുന്നത് സഹിക്കാൻ സാധിക്കാത്ത നിന്റെ അച്ഛൻ 14 വർഷത്തേക്ക് നിന്നെ കാട്ടിലേക്ക് അയക്കുമോ? ഇത് എന്നെ ആകെ കുഴപ്പത്തിലാക്കുന്നു. സംഗതികളുടെ സത്യാവസ്ഥ തൻ്റെ മാതാവ് അവിശ്വസിക്കുന്നത് കണ്ടപ്പോൾ രാമൻ അവരുടെ 2 കൈകളും തൻ്റെ കൈകളിൽ ഗ്രഹിച്ച് അപേക്ഷിച്ചു, അമ്മേ, എൻ്റെ വാക്കുകൾ വിശ്വസിക്കൂ. അച്ഛൻ ആദ്യമേ കൈകേയി മാതാവിന് ഏത് 2 വരങ്ങൾ ആവശ്യപ്പെട്ടാലും നൽകാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. പിന്നീട് അവർ ഈ വരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ താൻ കൊടുത്ത വാക്ക് ലംഘിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായില്ല. എന്നെ കാട്ടിലേക്ക് അയക്കാനുള്ള കൽപ്പന പുറപ്പെടുവിക്കാനും അങ്ങനെ എന്നെ കൂടാതെ ജീവിക്കാനും അദ്ദേഹത്തിന് മനസ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെയേറെ മാനസിക ക്ലേശം അനുഭവിക്കുകയാണ്. അച്ഛൻ്റെ ഈ കഷ്ടപ്പാട് എനിക്ക് സഹിക്കാനാകുന്നില്ല. ഞാൻ ആ കൊട്ടാരത്തിൽ നിന്നും ഇപ്പോൾ വന്നതേയുള്ളൂ. അദ്ദേഹം ബോധം കെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കഠിനമായ മനോവേദന അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് സത്യം. ഇത്ര ലഘുവും ഹാസ്യകരവുമായ സംഗതിക്ക് ഇത്രയും ഉത്കണ്ഠ അമ്മയ്ക്കുണ്ടാവാൻ ഞാൻ അത്ര ക്രൂരനല്ല എന്ന് വിശ്വസിക്കൂ. ഞാൻ അച്ഛൻ്റെ ആജ്ഞ സ്വീകരിച്ചിരിക്കുന്നു. അമ്മയുടെ അനുവാദത്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിച്ചിട്ടുള്ളത്. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് രാമൻ കൗസല്യയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. കൗസല്യ അദ്ദേഹത്തെ മെല്ലെ എഴുന്നേൽപ്പിച്ചു. അവർ പറഞ്ഞു, രാമ, ഇതൊരു അസാധാരണമായ പെരുമാറ്റമാണ്. ഒരാൾ എത്ര അപരിഷ്കൃതനാണെങ്കിലും ആ മനുഷ്യൻ എത്ര ഭയങ്കരമായ വരങ്ങൾ ആവശ്യപ്പെടുമോ? അടുത്ത കുറേ നിമിഷങ്ങൾക്കുള്ളിൽ കിരീടധാരണം നടത്താനിരിക്കുന്ന നിന്നെ വനത്തിലേക്ക്, അതും 14 കൊല്ലത്തേക്ക് പറഞ്ഞയക്കാൻ ഏതെങ്കിലും മനുഷ്യജീവി എപ്പോഴെങ്കിലും ചിന്തിക്കുമോ? എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ദുഃഖം അനുഭവിക്കുകയാണോ വേണ്ടത്? അനേകം വ്രതങ്ങളുടെയും പുണ്യകർമ്മങ്ങളുടെയും ഫലമായി എനിക്കൊരു പുത്രൻ ലഭിച്ചു. നിന്റെ കോമളമായ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ കഴിഞ്ഞ കാല ദുഃഖത്തിൻ്റെ വേദനകൾ മറന്നു. എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല. ഞാൻ മറ്റൊരു വരത്തിനും ആവശ്യപ്പെടുന്നില്ല. എൻ്റെ മകൻ എന്നോടൊന്നിച്ച് എൻ്റെ സമീപം ഉണ്ടായാൽ എന്നെ സംബന്ധിച്ച് ധാരാളം മതി. ഈ ചെറിയ ദാനത്തിന് പോലും ഞാൻ അനർഹയായി തീർന്നിട്ടുണ്ടോ? കാട്ടിലേക്ക് എറിയപ്പെടാൻ വേണ്ടി മാത്രമാണോ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചത്? ഏതെങ്കിലും ഒരമ്മ തൻ്റെ മകനെ കാട്ടിലേക്ക് അയക്കാൻ സമ്മതിക്കുമോ? കഷ്ടം! ഞാൻ എന്തൊരു പാപമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതൊരു ജന്മത്താലാണ് ഞാനൊരു അമ്മയെ മകനിൽ നിന്നും അകറ്റി നിർത്തിയത്? നീ വേദപാഠങ്ങൾ ആരംഭിച്ച ദിവസം മുതൽ നിന്റെ അഭിഷേക ദിനം അടുത്തു വരികയാണെന്ന ചിന്തയിൽ ഞാൻ അനുനിമിഷം സന്തോഷിക്കുകയായിരുന്നു. എൻ്റെ ആ മധുര സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായോ? എൻ്റെ എല്ലാ പ്രതീക്ഷകളും നിലത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് നുറുക്കിയോ? നിന്റെ ആനന്ദത്തിനും സുഖത്തിനും വേണ്ടി ഞാൻ നിഷ്കൃഷ്ടമായി ആചരിച്ച വ്രതങ്ങളും നിർനിദ്രയും ക്രിയകളും കർമ്മങ്ങളും എല്ലാം ഫലശൂന്യമായി തീർന്നുവോ? ഓ, ഞാൻ എന്തൊരു മഹാപാപിയാണ്! ഈ വാർത്ത കേട്ടിട്ട് എൻ്റെ ഹൃദയം എന്താണ് പൊട്ടിത്തകരാത്തത്? ഒരു പക്ഷേ ഹൃദയഭേദകമായ ഇത്തരം അനേകം വാർത്തകൾ ഇനിയും കേൾക്കാനുണ്ടായിരിക്കും. മൃത്യു എന്നെ സഹായിക്കുന്നില്ല. ഈ ക്ഷോഭമെല്ലാം ഉണ്ടായിട്ടും എൻ്റെ ഹൃദയം വീണ്ടും സ്പന്ദിക്കുന്നു. കഷ്ടം! മരണം പോലും നിശ്ചിത സമയത്തെ കാത്തിരിക്കുകയാണ്. അവൻ വരുന്നു. പക്ഷേ എൻ്റെ സ്ഥിതി കണ്ടിട്ടും എന്നെ പിന്നെയും ജീവിക്കുവാൻ അനുവദിക്കുന്നു. എൻ്റെ നേരെ ദയയില്ല. മൃത്യുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് പോലും ഞാൻ അനർഹയാണെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഹോ രാമ, ഈ ആപത്ത് നമുക്ക് വരേണ്ടതാണോ?
അവർ വിലപിച്ച് ബോധം കെട്ട് നിലത്തു വീണു. ബോധം വീണപ്പോൾ കൈത്തലം കൊണ്ട് ഹൃദയം അമർത്തി നിലത്തുകൂടി ഉരുണ്ടു. രാമന് ഈ കാഴ്ച ശാന്തമായി നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ചുറ്റുമുണ്ടായിരുന്ന പരിചാരകരുടെ നിലവിളി കൊടുങ്കാറ്റ് പോലെ അദ്ദേഹത്തിൻ്റെ ചെവികളിൽ പതിച്ചു. രാമൻ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. അദ്ദേഹം അമ്മയുടെ അടുത്തിരുന്ന് അവരുടെ നെറ്റി തടവി, അവരുടെ തലമുടി തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിരുന്ന പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. കടലിലാഴത്തിൽ ഉറച്ചു കഴിഞ്ഞ് ഉയർന്നിൽക്കുന്ന ഒരു കൂറ്റൻ പാറക്കെട്ട് പോലെ ചുറ്റും അലച്ചുയർന്ന് നുരചിന്നുന്ന തിരമാലകളുടെ മുഷ്ടിപ്രഹരം കൊണ്ടൊന്നും യാതൊരു ഹാനിയും വരാതെ രാമൻ അവിടെ ഇരുന്നു. അദ്ദേഹം ദുഃഖത്തിൻ്റെ അഭിഘാതങ്ങൾക്കും ആനന്ദത്തിൻ്റെ മുഖസ്ഥിതികൾക്കും അതീതനായിരുന്നു. ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ ഭരണകർത്താവായി അഭിഷിക്തനാകുവാൻ ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോയപ്പോഴുണ്ടായ അതേ സമചിത്തതയാണിപ്പോൾ 14 കൊല്ലത്തെ വനവാസത്തിനായി പുറപ്പെടുമ്പോഴും. ഈ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും പെരുമാറ്റത്തിലും ഒരു മാറ്റവും ഉണ്ടായില്ല. ധർമ്മമാർഗത്തിൽ നിന്നും രാമൻ അണ്ണുപോലും വ്യതിചലിക്കുകയില്ല എന്ന് കൗസല്യയ്ക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല എന്നും അച്ഛൻ നിർദ്ദേശിച്ച മാർഗത്തിൽ ഒരു തലനാരിഴ പോലും വ്യതിചലിക്കുകയില്ല എന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ വിലാപങ്ങളൊന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയില്ല എന്നും അവർക്ക് തീർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റുന്നതിനായി രാമനെ സ്വാധീനിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ ഉപേക്ഷിച്ചു. മകനെ, ദുരന്തമായ ഈ സംഭവ വികാസങ്ങളെ നേരിടാൻ വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ അന്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇല്ല, അത് അധര വ്യായാമം മാത്രമാണ്. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണുള്ളതത്രേ. ഈശ്വര ശാസനങ്ങളെ നിഷേധിക്കുവാൻ ആർക്കും സാധ്യമല്ല. എനിക്ക് അയോധ്യയിൽ ഈ രാജധാനിയിൽ യാതൊരു സുഖവും ഉണ്ടായിട്ടേയില്ല. എൻ്റെ രാമൻ എവിടെയാണോ അവിടെ മാത്രമേ എനിക്ക് സുഖമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാനും നിൻ്റെ കൂടെ വരും, എന്നെയും കൊണ്ടുപോകൂ, അവർ പറഞ്ഞു. പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. പരിചാരകമാർ അവരെ പിടിച്ച് ചുമരു ചാരിയിരുത്തി. അവരുടെ ശോഭശമനത്തിനായി അവർ മൃദുവായും മധുരമായും സംസാരിച്ചു. കൗസല്യയിലെ കഠിനമായ മനോവേദന ശ്രദ്ധിച്ചിരുന്ന ലക്ഷ്മണൻ അവരുടെ വാക്കുകളും ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മണൻ ക്രോധം കൊണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അദ്ദേഹം കൈകൾ വക്ഷസ്സിൽ മടക്കി അമർത്തി വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഹേ ബഹുമാനിയായ മാതാവേ, ഞാനിത് ഒരു കാലത്തും അംഗീകരിക്കുകയില്ല. ഒരു സ്ത്രീയുടെ അനർഹമായ ജൽപ്പനത്തിന് വഴങ്ങി രാമൻ രാജ്യം വിട്ട് കാട്ടിലേക്ക് പോവുകയോ? അതെനിക്ക് പൊറുക്കാനാവില്ല. അച്ഛൻ വളരെ വൃദ്ധനായിരിക്കുന്നു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്ഥിരതയില്ല. അദ്ദേഹം ഐന്ദ്രിയമായ നേട്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കൈകേയിയുടെ വശീകരണ തന്ത്രങ്ങൾക്ക് അടിമയായി തീർന്നിരിക്കുകയാണ് അദ്ദേഹം. ദയനീയമായ വിധം സ്ത്രീജിതനായിരിക്കുന്നു. തൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് അശേഷവും വിവേചന ബോധമില്ല. ഈ മതിമോഹത്തിൽ ഏത് തരത്തിലുള്ള കൽപ്പനകളും പുറപ്പെടുവിക്കാനുള്ള സംഭവ്യതയുണ്ട്. അത്തരത്തിലുള്ള കൽപ്പനകൾ അനുസരിക്കേണ്ടതില്ല. അയഥാർത്ഥ്യത്തിൽ നിന്നും യാഥാർത്ഥ്യവും ഗൗരവമേറിയ അനന്തരഫലങ്ങളും ഉളവാക്കുന്ന സംഗതികളിൽ നിന്ന് നൈമിഷികമായ സംഗതികളും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത വിധം രാജാവ് ദുർബല മനസ്ഥിതിയിലാണ്. അങ്ങനെയുള്ള ഭരണകർത്താക്കൾ മതിമോഹത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ആജ്ഞകൾ ധിഖരിക്കാവുന്നതാണ്. വനത്തിലേക്ക് അയക്കാൻ തക്ക എന്ത് തെറ്റാണ് രാമൻ ചെയ്തത്? രാമൻ്റെ ഏറ്റവും ക്രൂരമായ ശത്രുവിന് പോലും അദ്ദേഹത്തിന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ താൻ ചെയ്ത കുറ്റങ്ങൾക്കും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും കഠിനഹൃദയനായ ഒരു അപരിഷ്കൃതന് പോലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ പ്രവർത്തനത്തിലോ ഏറ്റവും നിസ്സാരമായ ഒരു കളങ്കത്തിൻ്റെ നേരെ പോലും വിരൽ ചൂണ്ടാൻ സാധിക്കുകയില്ല. ഇത്രയും അവിതർക്കിതമായ നിഷ്കളങ്കതയും ഉദ്ദേശശുദ്ധിയും പുണ്യശീലവുമുള്ള ഒരാളെ രാജ്യഭ്രഷ്ടൻ എന്ന നിലയിൽ കാട്ടിലേക്ക് ഓടിക്കുവാൻ ഭൂമിയിലുള്ള ഒരു രാജാവിനും അധികാരമില്ല. രാമൻ തൻ്റെ ഋജുവായ മാർഗത്തിൽ അചഞ്ചലനാണ്. അദ്ദേഹം ഇന്ദ്രിയങ്ങളുടെ ജേതാവാണ്. ഏത് ജാതിയിൽപ്പെട്ട ശത്രുക്കളെയും അദ്ദേഹം മാനിക്കുകയും ബഹുമാനപൂർവ്വം പെരുമാറുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു മകനെ ഏതെങ്കിലും അച്ഛൻ കാട്ടിലേക്ക് ഓടിക്കുമോ? കൂടാതെ രാജാവ് ധർമ്മതൽപരനായിരിക്കണം. പവിത്രങ്ങളായ ആദർശങ്ങൾ പൂർണ്ണമായും ഉള്ള ആളായിരിക്കണം. എല്ലാ മതവിശ്വാസങ്ങളിലുള്ള ഉത്തമാംശങ്ങളെ ഉൾക്കൊള്ളണം. അങ്ങനെയുള്ള ഒരു രാജാവിന് ഇത്തരം കൽപ്പന പുറപ്പെടുവിക്കാൻ കഴിയുമോ?
ഇത് പരിശോധിച്ചാൽ ഒന്ന് തീർച്ചയാണ്, ഒന്നുകിൽ ദശരഥന് ഭ്രാന്താണ്, അല്ലെങ്കിൽ അന്ധമായ കാമത്തിൻ്റെ അടിമയാണ്. ഈ രണ്ട് തരക്കാരിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ട ഒരാളിൽ നിന്നുള്ള ഏതാജ്ഞയും ഗണനാർഹമല്ല. ഭ്രാന്തനെ പോലെയോ ശിശുവിനെ പോലെയോ പെരുമാറുന്ന രാജാവിൻ്റെ വാക്കുകൾ മാനിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയമായ ധർമ്മത്തിൻ്റെ അനുശാസനങ്ങളെ മറന്നും ലൗകിക ജ്ഞാനത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ചും പൈതൃകമായ വാത്സല്യാദി വികാരങ്ങളുടെ ആവശ്യങ്ങളെ കാറ്റിൽ പറപ്പിച്ച് മനസ്സിൻ്റെ വ്യാമോഹവും ഭ്രമവും സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്ന ഒരു ഭ്രാന്തനായി തീർന്നിരിക്കുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആളുടെ ആജ്ഞ സാധുവാണെന്ന് ഗണിക്കുമോ? അത് മാനിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുകയില്ല. ലക്ഷ്മണൻ രാമൻ്റെ നേരെ തിരിഞ്ഞ് ആദരപൂർവ്വം തൻ്റെ കൈകൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്ക് മാപ്പ് തരൂ. ഈ വാർത്ത എല്ലാവരും അറിയുന്നതിനു മുമ്പ് രാജ്യത്തിൻ്റെ ഭരണാധികാരം സ്വീകരിക്കുക. ഞാൻ വില്ലുമായി അങ്ങേക്ക് സഹായത്തിനുണ്ടാവും. അങ്ങയുടെ നേരെ അയോധ്യയിൽ നിന്ന് ആരെതിർത്താലും ആ വില്ലിൽ നിന്നും പുറപ്പെടുന്ന അസ്ത്രങ്ങൾ നേരിടേണ്ടി വരും. തീർച്ചയായും അത്തരക്കാർ അയോധ്യയിലോ മറ്റെവിടെയോ ഇല്ല. എന്നാൽ എന്തെങ്കിലും എതിർപ്പുണ്ടായാൽ ഈ മഹാനഗരം മരുഭൂമിയാകും. ഒരൊറ്റ മനുഷ്യജീവിയും ഇവിടെ അവശേഷിക്കില്ല. അക്കാര്യങ്ങൾ എൻ്റെ നിശിത ശാസ്ത്രങ്ങൾ നോക്കിക്കൊള്ളും. എന്തിനാണ് 1000 കാര്യങ്ങൾ പറയുന്നത്? ഭരതനോ അവനു വേണ്ടി മറ്റാരെങ്കിലുമോ എതിർക്കാൻ ഞാൻ അവരെ സമൂലം നശിപ്പിക്കും. ഞാനൊന്നും വകവയ്ക്കുകയില്ല. ഈ മത്സരത്തിൽ കൈകേയിയുടെ സഹായി എന്ന നിലയിൽ ദശരഥൻ വന്നാലും ഞാൻ അദ്ദേഹത്തെ പിടിച്ച് തടവിലിടും. ലക്ഷ്മണൻ ഈ രീതിയിൽ സംസാരം തുടർന്നുകൊണ്ടിരിക്കെ രാമൻ രൂക്ഷമായി അവനെ നോക്കി അവൻ്റെ വികാരങ്ങളുടെ പ്രവാഹത്തെ തടഞ്ഞു. ലക്ഷ്മണ, നിന്റെ വാക്കുകൾ അതിര് കടക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് തടയാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ ഇച്ഛയുടെ ഗതിയെ മാറ്റുവാനും ആർക്കും സാധിക്കുകയില്ല. എൻ്റെ വനവാസം ഒഴിവാക്കാൻ നിവർത്തിയില്ല. എന്നോടുള്ള പ്രേമത്തിൽ പ്രേരിതനായിട്ടാണ് നീ സംസാരിക്കുന്നത്. എന്നിൽ നിന്നും നിൻ്റെ വേർപാട് തടയാനുള്ള നിൻ്റെ ആഗ്രഹവും അതിന് കാരണമാണ്. അടങ്ങും. ആത്മനിയന്ത്രണം നിന്നെ എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷിക്കും. ക്ഷമിക്കൂ. ശോഭിക്കല്ലേ. അച്ഛൻ്റെയോ ഭ്രാതാവായ ഭരതൻ്റെയോ നേരെ വിദ്വേഷത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാതിരിക്കൂ. പരിശുദ്ധരും പുണ്യാത്മാക്കളുമാണവർ. കൈകേയിയും സമാധരണീയയാണ്. അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അവർ ആവശ്യപ്പെട്ട വരങ്ങൾക്കും കുറ്റമില്ല. സ്വന്തം പുത്രനായ ഭരതനേക്കാൾ അവർ എന്നെ സ്നേഹിച്ചു, ലാളിച്ചു, ഓമനിച്ചു, ശുശ്രൂഷിച്ചു, എൻ്റെയൊപ്പം കളിച്ചു, എന്നിൽ നിന്നും ആനന്ദം അനുഭവിച്ചു. അങ്ങനെയുള്ള അമ്മ അച്ഛനോട് അത്തരം വരങ്ങൾ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും ആ കാര്യത്തിൽ എന്തോ നിഗൂഢമായ അർത്ഥമുണ്ടാവണം. അത് മനുഷ്യതന്ത്രങ്ങളൊന്നുമല്ല, ദൈവികമായ പദ്ധതിയായിരിക്കണം. ശാന്തനായിരിക്കൂ. നിന്റെ ഭയവും വിദ്വേഷവും ഉപേക്ഷിക്കൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, രാമൻ ഉപദേശിച്ചു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ രാമൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാമ, അങ്ങേക്ക് ന്യായമായും അവകാശപ്പെടേണ്ട കിരീടം എന്തടിസ്ഥാനത്തിലാണ്, എന്തധികാരത്തിലാണ് ഭരതന് നൽകേണ്ടത്? മൂത്ത പുത്രനില്ലാത്ത അധികാരം മറ്റേത് പുത്രനുണ്ട്? അച്ഛനു വേണ്ടിയാണ് അങ്ങ് ഈ അസംബന്ധമായ അന്യായമായ ആജ്ഞ അനുസരിക്കുന്നത്. അങ്ങ് അതിൻ്റെ ന്യായീകരണത്തിനായി എന്തു പറഞ്ഞാലും ഞാനത് അംഗീകരിക്കുകയില്ല. കൗസല്യയുടെ നേരെ തിരിഞ്ഞ് ലക്ഷ്മണൻ തുടർന്നു, സംപൂജ്യായ മാതാവേ, സത്യം പറയുകയാണെങ്കിൽ ഞാൻ രാമനോട് ഭക്തിയുള്ളവനാണ്. ഞാനത് ആണയിട്ട് പറയുന്നു. രാമനിൽ നിന്നകന്ന് ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാനാവില്ല. രാമന് രാജ്യത്തിന് ആഗ്രഹമില്ലെങ്കിൽ, അദ്ദേഹം വനവാസത്തിന് പോവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അനുഗമിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ സഞ്ചരിക്കും. ഞാൻ അദ്ദേഹത്തെ എൻ്റെ നിഴലായിരിക്കും. അദ്ദേഹം കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ കത്തിക്കാളുന്ന അഗ്നിയിൽ അത്യാനന്ദത്തോടുകൂടി ചാടും. ഞാൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ അനുസരിക്കുകയേ ഉള്ളൂ, മറ്റൊരാളുടെ ആജ്ഞയെയും അനുസരിക്കുകയില്ല. എനിക്ക് അമ്മയുടെ സങ്കടം സഹിക്കുന്നില്ല. അദ്ദേഹം അങ്ങയുടെ പുത്രനാണ്. അദ്ദേഹം എൻ്റെ രാമചന്ദ്രനാണ്. ആർക്കെങ്കിലും സ്വന്തം ജീവശ്വാസത്തിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുമോ? ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കൗസല്യയ്ക്ക് തെല്ലൊരാശ്വാസമുണ്ടായി. അവൻ ലക്ഷ്മണൻ്റെ ശിരസ് തലോടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പ്രേമം എനിക്ക് വളരെയധികം ആശ്വാസം തരുന്നു. നിന്റെ വാക്കുകൾ വലിയ ശക്തിയും പ്രദാനം ചെയ്യുന്നു. നിന്നെ പോലെയുള്ള ഭ്രാതാക്കന്മാർ അപൂർവമാണ്. തീർച്ച ഇത്തരം കുട്ടികളെ പ്രസവിച്ച ഈ അമ്മയെ പുണ്യവതിയായും പരിശുദ്ധയുമായി ലോകം ഗണിക്കുന്നു. പക്ഷേ ഞങ്ങൾ മഹാപാപികളാണെന്ന ബോധത്തിൽ നാം വളരെ ക്ലേശിക്കുന്നു.
രാമൻ അവൻ്റെ തീരുമാനത്തിൽ നിന്നും വിരമിക്കുകയില്ല. നാട് കടത്തൽ അവൻ്റെ കാര്യത്തിൽ അനിവാര്യമാണ്. എനിക്കിപ്പോൾ ഇതേ വേണ്ടൂ, എന്നെ കൂടി ഒന്നിച്ചു കൊണ്ടുപോകൂ. അവർ വിലപിച്ചു. രാമൻ ലക്ഷ്മണൻ്റെ നേരെ നോക്കി പറഞ്ഞു, സഹോദര, നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ വ്യാപ്തി എനിക്കറിയാം. നിന്റെ വീര്യവും നിന്റെ പ്രാപ്തിയും നിന്റെ പ്രഭാവവും ഞാൻ അറിയാത്തതല്ല. ശരിയായ വസ്തുതകളും ആത്മനിയന്ത്രണത്തിൻ്റെ വിലയും മനസ്സിലാക്കാത്തതുകൊണ്ട് അമ്മ വളരെ വലിയ ദുഃഖം അനുഭവിക്കുന്നു. കൂടാതെ ഞാൻ അവർക്ക് പിറന്ന കുട്ടിയായതുകൊണ്ട് ദുഃഖം സ്വാഭാവികമാണല്ലോ. പക്ഷേ ചിന്തിക്കൂ, ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങൾക്കും ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും ധർമ്മമാണ് അടിവേര്. സത്യത്തിൻ്റെ അടിത്തറയിന്മേലെ ധർമ്മം സുരക്ഷിതമാവുകയുള്ളൂ. സത്യവും ധർമ്മവും പരസ്പരം മാറ്റി സ്ഥാപിക്കുന്നവയാണ്. ഒന്നില്ലെങ്കിൽ മറ്റേതിന് നിലനിൽപ്പില്ല. സത്യം നന്മയാണ്, നന്മ സത്യവും. പിതാവിൻ്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് സത്യവും ധർമ്മവും രണ്ടും ലഭിക്കുന്നു. വിശിഷ്ട ജീവിതത്തിന് സ്വയം അർപ്പിക്കപ്പെട്ട ഒരാളും അമ്മയ്ക്കോ അച്ഛനോ ഗുരുഭൂതനോ നൽകിയ വാക്ക് ലംഘിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൽപ്പനയെ അതിക്രമിക്കുകയില്ല. അത് തീർച്ചയാണ്. കൈകേയിയല്ല എന്നോട് കൽപ്പിച്ചത്. അവർ അച്ഛൻ്റെ കൽപ്പന എന്നെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് അതിന് തലകുനിക്കേണ്ടതുണ്ട്. അത് പിതുരാജ്ഞയായി ആയിരുന്നില്ലെങ്കിൽ കൈകേയി എന്നോട് അതേക്കുറിച്ച് പറഞ്ഞിരുന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കൽപ്പന അതല്ല എന്ന് പറയാമായിരുന്നു, ഇല്ലേ? അത് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം കരയുകയും ഞരങ്ങുകയും ചെയ്യുകയായിരുന്നു. ഈ കാരണത്താൽ അത് അദ്ദേഹത്തിൻ്റെ കൽപ്പന പോലെ തന്നെ അധികൃതമാണ്. അതിനാൽ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല. ഞാൻ അതിനെതിരായി പ്രവർത്തിക്കുകയില്ല. ഭീകരതയെ സൃഷ്ടിക്കുന്ന ക്ഷത്രിയ സ്വഭാവത്തിലേക്ക് നിൻ്റെ കാരണബുദ്ധിയെ വഴുതി വീഴാൻ അനുവദിക്കരുത്. അക്രമവും ക്രൂരതയും ഉപേക്ഷിക്കൂ. എന്നിട്ട് എൻ്റെ നിലപാട് എടുക്കൂ. ക്രോധം കൊണ്ടും ദുഃഖം കൊണ്ടും തളർന്നുപോയ ലക്ഷ്മണൻ്റെ പുറം രാമൻ തലോടി. മൃദുവും സ്നേഹമധുരവുമായ വാക്കുകൾ പറഞ്ഞ് വ്യസനം ശമിപ്പിക്കാൻ ശ്രമിച്ചു. അനന്തരം കൗസല്യ മാതാവിൻ്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എൻ്റെ തീരുമാനത്തെ തടസ്സപ്പെടുത്തി എൻ്റെ പ്രതിജ്ഞയെ ലംഘിക്കാൻ കാരണമാകരുത്. ആർക്ക് എന്തു വന്നാലും എൻ്റെ വനവാസം മാറ്റാനാവില്ല. സ്നേഹപൂർവ്വം എന്നെ അയക്കൂ. അനന്തരം അദ്ദേഹം അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് പോകാനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചു. തന്നെ വല്ലാതെ പീഡിപ്പിക്കുന്ന പ്രാണവേദന കൊണ്ട് വേപതുഗാത്രയായ അമ്മ രാമൻ്റെ പുറത്ത് കൈകൾ വെച്ച് ഉച്ചത്തിൽ വിലപിച്ചു. അവരുടെ സ്ഥിതി കണ്ട രാമനും തൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കുവാൻ വിഷമിച്ചു. അദ്ദേഹം മാതൃപാദങ്ങൾ ഗ്രഹിച്ചു പറഞ്ഞു, അമ്മേ, എൻ്റെ വാക്ക് പരമസത്യമാണ്. ശ്രദ്ധിക്കൂ, കാട്ടിൽ എനിക്ക് യാതൊരു വിഷമവും ഉണ്ടാകുകയില്ല. ഏറ്റവും വർദ്ധിച്ച സുഖത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ ഈ 14 വർഷം കഴിച്ചുകൂട്ടും. അനന്തരം ഞാൻ മടങ്ങി വന്ന് ഈ പാദങ്ങളിൽ വീണ്ടും നമസ്കരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് അങ്ങയുടെ പ്രതീക്ഷകളെല്ലാം ഞാൻ നിറവേറ്റും. മാതാവേ, ഇത് ദശരഥൻ്റെ ആജ്ഞയാണ്. ഞാൻ മാത്രമല്ല, അങ്ങും ലക്ഷ്മണനും സുമിത്രയും ഭരതനും എല്ലാവരും പ്രത്യക്ഷരം അനുസരിക്കേണ്ട കൽപ്പനയാണത്. ഇതാണ് പുരാതന നിയമം, സനാതന ധർമ്മം. അമ്മേ, ഞാനൊരു അഭ്യർത്ഥന കൂടി ചെയ്യുന്നു. എന്നോട് ക്ഷമിക്കണം. അമ്മയും ബാക്കിയുള്ളവരും എൻ്റെ അഭിഷേകത്തിന് വേണ്ടി ചെയ്ത ഒരുക്കങ്ങൾ അതേ ആനന്ദത്തോടും ഉത്സാഹത്തോടും കൂടി ഭരതൻ്റെ അഭിഷേകത്തിന് ഉപയോഗിക്കണം. എനിക്കുള്ളത് വനപ്രദേശമാണ്. ഓരോരുത്തർക്കും വിധിക്കപ്പെട്ട അത്യുത്കൃഷ്ടമായ ധർമ്മത്തിനനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കണം. ദുഷ്കരമാണെന്ന് കരുതി ഒരാൾ കർമ്മം ചെയ്യാതിരിക്കരുത്. ഞാനും ഭരതനും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് ആശയം വളർത്തരുത്. അങ്ങേക്ക് ചെയ്യാനുള്ളത് ഇത് മാത്രമാണ്. ഞങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കുക. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിജയപ്രദമായി നിർവഹിക്കാനായി ആവശ്യപ്പെടുക. രാമൻ്റെ ഈ വാക്കുകൾ കൗസല്യ ശ്രദ്ധിച്ചു. അവർക്ക് ശോകം സഹിക്കാനായില്ല. അവർ വേദന കൊണ്ട് ഞരങ്ങി. എൻ്റെ മകനെ, അച്ഛൻ നിന്നെ പോറ്റി വളർത്തി. നീ ദീർഘകായനും ബലിഷ്ഠനുമായി വളരുന്നത് കണ്ട് അദ്ദേഹം സന്തോഷിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആദരവും അനുസരണയും അർഹിക്കുന്നു. ഞാനും ആദരിക്കപ്പെടുവാൻ അർഹയല്ലേ? അനുസരിക്കപ്പെടേണ്ടവളുമല്ലേ? ഇതൊന്ന് കേൾക്കൂ. ഭാര്യ ഭർത്താവിൻ്റെ പകുതിയാണ്. ഭർത്താവ് ഭാര്യയുടെ വലത്തെ പകുതിയാണ്. ഇങ്ങനെ ഓരോരുത്തരും മറ്റൊരാളുടെ അർത്ഥമാകുമ്പോൾ ഞാൻ ദശരഥൻ്റെ പകുതിയാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഭാര്യ അർത്ഥാംഗി എന്ന് വിളിക്കപ്പെടുന്നത്. ദശരഥനാണ് നിന്നോട് കൽപ്പിച്ചതെന്ന് നീ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പകുതി ആജ്ഞ മാത്രമേ ആകുന്നുള്ളൂ.
ആ കൽപ്പന അധികൃതമാവണമെങ്കിൽ ഈ പകുതി കൂടി സമ്മതിക്കണം. ഞാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ ഒരു കൽപ്പന എന്ന വില അതിനില്ല. ധർമ്മത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ എല്ലാ ഭാവത്തിലും നിനക്കറിയാം. ഇപ്പോൾ നീ ഇതും അറിഞ്ഞിരിക്കണമല്ലോ, മാതാവിൻ്റെ അംഗീകാരമില്ലാതെ ഒരു ചുമതലയും അംഗീകരിക്കത്തക്കതല്ല. ഇതിന് ധർമ്മം എന്ന പേരിന് അർഹതയുമില്ല. അച്ഛൻ്റെ കൽപ്പനയേക്കാൾ കൂടുതൽ അനുസരിക്കേണ്ടത് അമ്മയുടെ കൽപ്പനയാണ്. അതാണ് വളരെ പ്രധാനമായ ധർമ്മം. കാരണം അമ്മയാണ് നിന്നെ ശൈശവത്തിൽ പോറ്റി വളർത്തി ബാല്യത്തിലേക്ക് എത്തിച്ചത്, അച്ഛനല്ല. അമ്മ 9 മാസം ഗർഭത്തിൽ ധരിച്ചിരുന്നില്ലെങ്കിൽ കുട്ടി ഉണ്ടാകുമോ? ആ അമ്മയാണ് നീ ഇപ്പോൾ ദുഃഖത്തിൻ്റെ അഗ്നിജ്വാലയ്ക്ക് വലിച്ചെറിയുന്നത്. എന്നിട്ട് പ്രഖ്യാപിക്കുന്നു, ഇതെൻ്റെ അച്ഛൻ്റെ കൽപ്പനയാണ്, ഞാനത് ഏത് നിലയ്ക്കും അതനുസരിച്ചേ തീരൂ. ആ പ്രവൃത്തി ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കുകയില്ല. ഒരമ്മയ്ക്ക് ഒരു നിധിയും മകനേക്കാൾ വലുതല്ല. മാത്രമല്ല, എന്നെപ്പോലുള്ള അമ്മമാർക്ക് മകൻ എല്ലാമാണ്. മകൻ എന്ന ശങ്കയോടെ നോക്കിക്കൊണ്ട് പ്രതിരാജ്ഞ കൂടുതൽ പ്രാധാന്യമാണെന്ന് ഗണിക്കുമ്പോൾ എനിക്ക് സ്വർഗം ലഭിച്ചാൽ കൂടി അതെന്തിന്? ഇവിടെ ദിവ്യാമൃതം ആസ്വദിച്ചുകൊണ്ട് കഴിയുന്നതെന്തിന്? ഞാൻ നരകത്തിലേക്ക് പൊയ്ക്കൊള്ളാം. എൻ്റെ പുത്രൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അത് സ്വർഗമായി കരുതും. രാമ, എനിക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഒരു നിമിഷം പോലും സുഖം അനുഭവിച്ചിട്ടില്ല. ജനിച്ചതു മുതൽ അമ്മയും അച്ഛനും കൽപ്പിച്ച പരിമിതികളിൽ ഞാൻ ബന്ധിതയായിരുന്നു. അനന്തരം ഏതു തരം ഭർത്താവിനെയാണ് ലഭിക്കുക എന്ന ഉത്കണ്ഠയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും എങ്ങനെയായിരിക്കും? ഒടുവിൽ ഞാൻ നിൻ്റെ പിതാവിന് വിവാഹം ചെയ്തു കൊടുക്കപ്പെട്ടു. വർഷങ്ങളോളം സന്താനമില്ലാതെ വേദന എന്നെ നീറ്റി. അനന്തരം നിൻ്റെ പിതാവിൻ്റെ മറ്റു പത്നിമാരുമായുള്ള ചെറുപ്രശ്നങ്ങളിൽ അസ്വസ്ഥത അനുഭവിച്ചു. അന്നു മുതൽ ഇന്നുവരെ എനിക്കിതിൽ നിന്നൊരാശ്വാസവും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതു ജന്മത്തിൽ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണെന്നറിഞ്ഞില്ല നിന്നെ പുത്രനായി കിട്ടി. ഇപ്പോൾ നിന്നിൽ നിന്നുമുള്ള വിരഹം സംഭവിക്കാൻ പോകുന്നു. എപ്പോഴായിരുന്നു എനിക്ക് സുഖമുണ്ടായിരുന്നത്? എൻ്റെ ജീവിതം ദുഃഖത്തിൻ്റെ ഒരു വലിയ അരുവിയായി തീർന്നിരിക്കുന്നു. ഞാൻ അതിൽപ്പെട്ട് നീന്താൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടുകയാണ്. രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയൊന്നുമില്ലാതെ ഞാൻ അതിൽ ആണ്ടുപോവുകയാണ്. രക്ഷപ്പെടുവാൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ കൊമ്പാണ് നീ അത് എനിക്ക് നിഷേധിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും? രാജാവിൽ നിന്നും ഞാൻ അകന്നാൽ നിൻ്റെ അച്ഛന് നഷ്ടബോധം ഒന്നും ഉണ്ടാവുകയില്ല. കൈകേയിയുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ട ആനന്ദം നൽകാൻ. അതിലപ്പുറമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രാണവേദനയിൽ വെന്തു നീറി ഒടുവിൽ പ്രാണനാശം വരുന്നതിന് പ്രകാരം എൻ്റെ ഓമന മകൻ്റെ കോമളം മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭേദമെന്നെനിക്ക് തോന്നുന്നു. കാട്ടിലെനിക്ക് ഭക്ഷണപാനീയങ്ങളൊന്നും കിട്ടാനിടയില്ലെങ്കിലും ഞാൻ പുത്ര സാന്നിധ്യത്തിലുള്ള ആനന്ദം കൊണ്ട് ജീവിച്ചു കൊള്ളാം. കൗസല്യയുടെ വാദത്തിൽ കുറേയൊക്കെ ന്യായമുണ്ടെന്ന് രാമന് ബോധ്യപ്പെട്ടു. എങ്കിലും പിതാവിൻ്റെ കൽപ്പന നിറവേറ്റുക എന്ന ആവശ്യത്തിൽ പ്രേരിതനായിരുന്നു അവിടുന്ന്. ധർമാചരണത്തിൽ വീഴ്ച വരുത്താനികയില്ല എന്ന പ്രതിജ്ഞയും അവിടുന്ന് ചെയ്തിരുന്നുവല്ലോ. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, അമ്മയുടെ വാക്ക് പരമസത്യമാണ്. അച്ഛനേക്കാൾ അമ്മയാണ് ആദരിക്കപ്പെടേണ്ടത്. മാതൃദേവോഭവ പിതൃദേവോഭവ എന്നാണ് ശാസ്ത്രങ്ങളുള്ളത്. അവിടെയും അമ്മയ്ക്കാണ് ആദ്യ സ്ഥാനം. രണ്ടാമതേ പിതാവിനെ പറ്റി പറയുന്നുള്ളൂ. അവിടുത്തെ തീരുമാനത്തിൽ തന്നെ അചഞ്ചലമായി ഉറച്ചു നിന്നുകൊണ്ട് മാതാവിന് ഇത്രയും അധികം ദുഃഖമുണ്ടാക്കുന്നതിന് കാരണമുണ്ടാക്കുന്നത് ശരിയാണോ? രാമൻ ലക്ഷ്മണൻ്റെ നേരെ തിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, സന്താനത്തോടുള്ള അതിശക്തമായ മമതയുടെ ഫലമായി അവൻ്റെ വിരഹത്തിൻ്റെ സംതപ്തമായ ഒരു മാതാവിൻ്റെ പ്രസ്താവനയാണ് നീ സഹായിക്കുന്നത്. സാമ്രാജ്യത്തിൻ്റെയും മുഴുവൻ ലോകത്തിൻ്റെയും മനുഷ്യ സമുദായത്തിൻ്റെയും ക്ഷേമത്തെ സംബന്ധിക്കുന്ന അച്ഛൻ്റെ കൽപ്പനയെ പരിഗണിക്കൂ. ആ കൽപ്പനയുടെ ആന്തരസൂചനകളെയും അർത്ഥത്തെയും സംബന്ധിച്ച് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. ധർമ്മത്തിനു മാത്രമേ മനുഷ്യൻ്റെ മറ്റു 3 ലക്ഷ്യങ്ങളായ അർത്ഥം, കാമം, മോക്ഷം എന്നിവ ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനെപ്പറ്റി സംശയിക്കുകയോ ഇതിൻ്റെ ശരിയെപ്പറ്റി തർക്കിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ധനസമ്പാദനത്തിന് മാത്രമാണ് ഒരുവൻ കഴിവ് വിനിയോഗിക്കുന്നതെങ്കിൽ ലോകം ആ വ്യക്തിയെ വെറുക്കുന്നു. ഒരാളുടെ സ്വാർത്ഥപരമായ പൂർത്തീകരണത്തിനാണ് സ്വന്തം കഴിവ് പ്രയോഗിക്കുന്നതെങ്കിൽ ലോകം നിന്ദ്യനെന്ന് അവനെ പരിഗണിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം ധർമ്മത്തിന് അനുഗുണമായിരിക്കേണ്ടതുണ്ട്. ലക്ഷ്മണ, അതുകൊണ്ട് എല്ലാമായില്ല. ദശരഥൻ
നമ്മുടെ അച്ഛനും ഗുരുഭൂതനും രാജാവുമാണ്. അദ്ദേഹം നമുക്കൊരു കൽപ്പന തന്നേക്കാം. അതിനു പിന്നിൽ എന്തെങ്കിലും ആഗ്രഹമോ വല്ലവരുടെയും നേരെയുള്ള ക്രോധമോ വല്ലവരുമായുള്ള ബന്ധമോ പ്രേമമോ ഉണ്ടായിരിക്കാം. അതൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. നമ്മൾ അനുസരിക്കുകയും വേണ്ടു. അതിനെതിരായി പ്രവർത്തിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. പാപത്തിൽ സന്തുഷ്ടനാകുന്ന ഒരു പുത്രൻ പിതൃകൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കും. ഞാൻ അത്തരം പുത്രനല്ല. അച്ഛൻ എന്തെല്ലാം കൽപ്പിക്കുന്നുവോ അതെല്ലാം ഞാൻ താഴ്മയോടുകൂടി അനുസരിക്കും. ഇതിനെ സംബന്ധിച്ച് നിനക്ക് സംശയമുണ്ടായേക്കാം. ഒരച്ഛൻ കാമാന്ധനായ വിഡ്ഢി അനശ്വരതയും നശ്വരതയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത ബുദ്ധിശൂന്യൻ, തൻ്റെ സ്വാർത്ഥപരമായ അഭിവൃദ്ധിയെപ്പറ്റി മാത്രം ഏകാഗ്രത ചിത്തയുള്ളവൻ, അന്യന്മാരുടെ തന്ത്രങ്ങളും കൗശലങ്ങളും വിശ്വാസമർപ്പിക്കാൻ എന്നവൻ സ്വന്തം പുത്രനിൽ ദ്രോഹമേൽപ്പിക്കുമ്പോൾ നീ ചോദിച്ചേക്കാം, ആ പുത്രനും അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ച് അദ്ദേഹത്തെ അനുസരിക്കണമോ എന്ന്. വീഴ്ച വരുത്താതെ അവൻ തീർച്ചയായും അനുസരിക്കണം. അദ്ദേഹം വിഡ്ഢിയോ നിഷ്ഠൂര ശാസകനോ ആയിരിക്കാം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനല്ലേ? അത് അപ്രകാരമാകുമ്പോൾ നിങ്ങളുടെ അന്തസ്സ് എന്നും താഴ്ന്നും അദ്ദേഹത്തിൻ്റേത് എന്നും ഉയർന്നു നിൽക്കണം. എല്ലാ ധർമ്മങ്ങളെയും അവകാശങ്ങളെയും അത് തീരുമാനിക്കുന്നു. കുഴപ്പമായിട്ടോ സങ്കീർണമായിട്ടോ തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് സുസ്പഷ്ടമാക്കി കൊടുക്കാനും അറിവിനനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും പുത്രന് ശ്രമിക്കാവുന്നതാണ്. വിഡ്ഢിത്തമെന്നോ അസംബന്ധമെന്നോ ഉള്ള നിലയിൽ തള്ളിക്കളയാതെ പിതാവിനെ അനുസരിക്കുക തന്നെ വേണം. ഈ ഭാവം കൂടി ഒന്ന് ആലോചിക്കൂ. ദശരഥൻ മഹാപ്രാജ്ഞനാണ്, മഹായോദ്ധാവ്, ധീരപരാക്രമി, ധർമ്മനിഷ്ഠയുടെ സ്തംഭം. തൻ്റെ വാഗ്ദത്തം പാലിക്കുന്നതിന് വേണ്ടി പ്രാണവേദനയോടുകൂടി ക്ലേശിക്കുകയാണ് അദ്ദേഹം. കൈകേയിയിൽ മോഹിതനാവുകയോ കാമാന്ധനാവുകയോ ആയതല്ല. താൻ വളരെ ഗൗരവപൂർവ്വം ചെയ്ത ഒരു വാഗ്ദത്തം പാലിക്കുവാനുള്ള പരമമായ ആവശ്യത്തിന് പ്രേരിതനായിട്ടാണ് അദ്ദേഹം വിലപിക്കുന്നത്. കൂടാതെ വരദാനം തൻ്റെ ജീവിതത്തിന് തന്നെ ഉപദ്രവമാവുകയാൽ പോലും അവർക്കിഷ്ടമുള്ള വരങ്ങൾ അവ എന്തായാലും നൽകുമെന്നതാണ് അദ്ദേഹം അവരോട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കാമാജിതനായി പ്രവർത്തിച്ചതാണെന്ന അഭിപ്രായത്തോട് എനിക്കൊരിക്കലും യോജിക്കാൻ സാധ്യമല്ല. ആ പ്രതിജ്ഞയുടെ പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ നിവൃത്തി കാണാത്തതുകൊണ്ട് അച്ഛൻ യാതന അനുഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്നെ വനത്തിലേക്ക് അയക്കേണ്ട കാര്യത്തിൽ സമ്മതിക്കുന്നില്ല. ലക്ഷ്മണ, അച്ഛൻ ധർമ്മത്തിൻ്റെ അചഞ്ചലമായ സംരക്ഷകനാണ്. സിംഹാസനസ്ഥനായിരുന്ന പൂർവികന്മാരെക്കാൾ ഏറെ അചഞ്ചലനായ രാജാവ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി 3 ലോകങ്ങളിലും മാറ്റൊലിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്ഞി പട്ടമഹിഷി അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പുത്രനെ അനുഗമിക്കുക എന്നത് മനുഷ്യ സമുദായത്തിന് ദുഷിച്ച ഒരു ഉദാഹരണമാവുകയില്ലേ? ജീവിതം ഹ്രസ്വമാണ്, അതിൻ്റെ കാലവും പരിമിതമാണ്. ഇത്തരം അധാർമികമായ പ്രവർത്തനങ്ങളെ അവലംബിച്ച് ഒരാളുടെ യശസ്സ് എന്നേക്കും നഷ്ടപ്പെടുത്തുന്നതും നല്ലതല്ല, എനിക്കും നിനക്കും. അനന്തരം അമ്മയുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹം ദയനീയമായി അഭ്യർത്ഥിച്ചു, അമ്മേ. രാമന് തുടർന്ന് പറയാൻ കഴിയുന്നതിന് മുമ്പ് കൗസല്യ സങ്കടം കൊണ്ട് മരവിച്ചുപോയി. രാമൻ എടുത്ത നിലപാട് മാറ്റുവാനുള്ള അവരുടെ എല്ലാ യത്നങ്ങളും വിഫലമായെന്നവർക്ക് മനസ്സിലായി. തൻ്റെ അനുഗ്രഹങ്ങളോടുകൂടി അദ്ദേഹത്തെ കാട്ടിലേക്ക് അയക്കാൻ അനുവദിക്കുന്നതിലുള്ള ബാധ്യതയിൽ നിന്നും തനിക്ക് ഒഴിവാകാൻ സാധിക്കുകയില്ല എന്നവർക്ക് മനസ്സിലായി. അവർ വിലപിക്കും തോറും രാമൻ്റെ വേദന വർദ്ധിക്കുകയാണെന്നും അമ്മയ്ക്ക് ബോധ്യപ്പെട്ടു. ഇതിനിടയിൽ ലക്ഷ്മണനും വലിയ മാറ്റങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നു. താൻ എവിടെയാണെന്നോ ആരുടെയെല്ലാം മധ്യത്തിലാണെന്നോ ഉള്ള എല്ലാ ബോധവും അദ്ദേഹത്തിന് നശിച്ചുപോയി. ചുണ്ടുകൾ വരണ്ടു, നാവ് കെട്ടപ്പെട്ട നിലയിലായി, നോട്ടം സ്ഥിരമായും തുറിച്ചുകൊണ്ടുള്ളതും ആയി. കണ്ണീർ നിർബാധം ധാരധാരയായി പ്രവഹിച്ചു. രാമൻ അനുജനെ സൂക്ഷിച്ചു നോക്കി. ആ സ്ഥിതിയിൽ തന്നെ അദ്ദേഹം തുടരുന്ന അപകടമാണെന്ന് രാമന് ബോധ്യപ്പെട്ടു. ഒറ്റയ്ക്ക് വിട്ടാൽ ലക്ഷ്മണൻ എന്തെങ്കിലും അവിവേകം ചെയ്തെന്നു വരും. എതിർപ്പുള്ളവരെ ഉപദ്രവിച്ചെന്ന് വന്നേക്കാം. ആ പ്രവർത്തനങ്ങളെല്ലാം രാമൻ മൂലമാണെന്ന് വരികയും ചെയ്യും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ട് രാമൻ ലക്ഷ്മണനെ ചോദ്യം ചെയ്യാൻ തീർച്ചയാക്കി. അനുജ, ക്രോധത്തിൻ്റെ പുകപടലക്കൂട്ടങ്ങൾ സാമ്പ്രാണിപ്പുക പോലെയാണ്. അത് ഒതുക്കി തീർക്കൂ. എൻ്റെ നേരെ ഇത്രയും കഠിനമായ അപമാനവും അനാദരവും കാണിച്ചെന്ന ചിന്ത കൊണ്ട് നിൻ്റെ വലിയ മനക്ലേശമുണ്ടാകും.
എന്നാൽ സത്യവും ധർമ്മവും, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗം മാനാപമാനങ്ങളെ ശ്രദ്ധിക്കാറില്ല. അത് ഒന്നിനു വേണ്ടി കെഞ്ചി അപേക്ഷിക്കുകയോ മറ്റൊന്നിൽ നിന്ന് ലജ്ജിച്ചു മാറുകയോ ഇല്ല. ധീരനാവുക, ഹൃദയം ധൈര്യം കൊണ്ട് സമ്പൂർണ്ണമാക്കുക. ഇവിടെ ഇരുന്ന് അച്ഛനെ ശുശ്രൂഷിക്കൂ. ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി അങ്ങനെ നിന്റെ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക. ജ്യേഷ്ഠൻ ഇങ്ങനെ അനുഗ്രഹിച്ചതിൻ്റെ ശേഷം ലക്ഷ്മണൻ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. ജ്യേഷ്ഠ, എൻ്റെ ശ്വാസമായ അങ്ങ് കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ ശരീരമെന്ന് പേരുള്ള നിശ്ചേഷ്ടവും പഞ്ചഭൗതികവും സ്ഥൂലവുമായ ഈ വസ്തു കൊണ്ട് ഞാൻ ആരെയാണ് ഇവിടെ സേവിക്കേണ്ടത്? രാമനെ ഒഴിച്ച് മറ്റാരെയും സേവിക്കാൻ ഈ ലക്ഷ്മണൻ ആഗ്രഹമില്ല. അവിടുന്ന് ധർമ്മത്തെയും ധർമ്മബോധത്തെയും വിലവയ്ക്കുന്നു. എനിക്കുമുണ്ട് എൻ്റെ ധർമ്മബോധവും, ഞാൻ അതിന് തുല്യമായി വിലവയ്ക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ പിന്നാലെ വരും. എനിക്ക് ആരുടെയും കൽപ്പനയ്ക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കൈകേയി അവകാശപ്പെട്ട വരങ്ങളുമായി ബന്ധിതരായ ആളുകളിൽ ഞാൻ ഉൾപ്പെടുകയില്ല. അഥവാ ഞാൻ ഉൾപ്പെടുമെങ്കിൽ തന്നെ ഞാൻ അവരുടെ കൽപ്പനകളോ അവരുടെ സ്വന്തം ആളുകളുടെ നിർദ്ദേശങ്ങളോ ശ്രദ്ധിക്കുകയില്ല. രാമനല്ലാതെ മറ്റൊരാൾക്കും തന്നെ എന്നോട് ആജ്ഞാപിക്കുവാനോ എൻ്റെ ചലനങ്ങളെയും പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനോ യാതൊരു അധികാരവുമില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ തന്നെ താപസന്മാരുടെ മരവുരി ധരിച്ച് കേശം ജടയായി പിരിച്ചു കെട്ടി അങ്ങേ അനുഗമിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ അഭിഷേകശാലയിലേക്ക് പോകാൻ അണിഞ്ഞിരുന്ന രാജകീയ വേഷങ്ങളും ആഭരണങ്ങളും പരിത്യജിക്കുവാൻ ഒരുങ്ങി. അദ്ദേഹം മടുപ്പോടുകൂടി ആഭരണങ്ങളും പട്ടാമ്പരങ്ങളും വലിച്ച് ദൂരെ എറിഞ്ഞു. കർണാഭരണങ്ങളും കണ്ടാഭരണങ്ങളുമെല്ലാം ദൂരെ മുറിയുടെ മൂലയിൽ ചെന്നു വീണു. അദ്ദേഹം ജ്യേഷ്ഠനോടൊപ്പം പോകാൻ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മണൻ്റെ സ്വാത്മപ്രചോദമായ ഭക്തിയും സമർപ്പിതമായ നിഷ്കളങ്ക പ്രേമവും കണ്ട് രാമൻ്റെ ഹൃദയം മൃദുലമായി. അദ്ദേഹം ലക്ഷ്മണൻ്റെ സമീപം ചെന്ന് അവൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു, അനുജ, നിന്നെപ്പോലെ ഒരു സഹോദരനെ ലഭിച്ചതിൽ എനിക്കുള്ള ആനന്ദത്തിന് അതിരില്ല. ഇത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നീ എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് കൗസല്യ മാതാവിനും ഒട്ടൊക്കെ മനഃശാന്തി ലഭിക്കും. ഞാൻ കാട്ടിൽ 14 വർഷം എങ്ങനെയാണ് ചെലവഴിക്കുകയെന്നും രാജ്യഭ്രഷ്ടൻ്റെ അവധി കഴിഞ്ഞാൽ മടങ്ങി വരുമോ എന്നുമുള്ളതിനെ സംബന്ധിച്ചുള്ള ഭയവും സംശയവും അമ്മയെ വളരെയധികം ക്ഷുബ്ധയാക്കുന്നുണ്ട്. അതുകൊണ്ട് വിമുക്തയാകാൻ അമ്മയോട് പറയൂ. ചെല്ലൂ, അമ്മയെ ആശ്വസിപ്പിക്കൂ. നമ്മൾ ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ അച്ഛൻ കൂടുതൽ ഉത്കണ്ഠ അനുഭവിക്കുന്നുണ്ടാകും. ഞാൻ നാടുവിടുകയില്ല എന്ന സംശയം കൊണ്ട് കൈകേയി മാതാവ് വിഷമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനിതാ സീതയുടെ അടുത്ത് പോവുകയാണ്. ദേവിയെ വിവരമറിയിച്ച് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോകും, പിതാവിൻ്റെ അനുവാദം വാങ്ങാൻ. അതിനിടയിൽ നീ സുമിത്ര മാതാവിനെ ചെന്ന് കാണൂ. എൻ്റെ കൂടെ വരാൻ സമ്മതം വാങ്ങും. ഈ വാക്കുകളോടെ രാമൻ കൗസല്യെ വലം വച്ചു. അവരുടെ പാദങ്ങളിൽ സാദരം ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. അത് കണ്ടപ്പോൾ പരിചാരകന്മാരും ദാസികളും അന്തഃപുരത്തിലെ മറ്റുള്ളവരും തങ്ങളുടെ മേൽ പ്രളയം വെന്നതുപോലെ കൂട്ട നിലവിളി നടത്തി. രാമൻ എഴുന്നേറ്റ് നിന്ന് അമ്മയുടെ അനുഗ്രഹത്തിനായി കാത്തുനിന്നപ്പോൾ കൗസല്യ അധീരയാകാതെ രാമനെ പിടിച്ചടിപ്പിച്ചു നിർത്തി. അവർ മകനെ ആലിംഗനം ചെയ്ത് കേശം തലോടി. അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മകനെ രാമ, നീ ധർമ്മത്തിൻ്റെ ഏറ്റവും ശക്തമായ അനുയായിയാണ്. നീ അചഞ്ചലനായ വീരനുമാണ്. നിനക്ക് വനജീവിതം യാതൊരു കാരണത്താലും ഭയപ്പെടേണ്ടതില്ല. നീ കാട്ടിൽ രാജഭ്രഷ്ടൻ എന്ന നിലയിൽ ജീവിക്കുവാൻ തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ എനിക്ക് അസാധ്യം തന്നെയാണ്. നിനക്ക് നന്മ ഭവിക്കട്ടെ. പ്രതിശാസനം സാധിപ്പിക്കാനുള്ള നിന്റെ നിർദ്ദേശം, നിന്റെ ആദർശം, നിന്റെ അഭിനിവേശം നിറവേറ്റുക. പിതാവിൻ്റെ ആജ്ഞയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ച് പിതാവിനോടുള്ള കടം തീർക്കൂ. ഞാൻ ഒരൊറ്റ കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ. നീ അയോധ്യയിലേക്ക് മടങ്ങി വരിക. ഞാൻ ആ ദിവസമെങ്കിലും സന്തോഷമായിരിക്കട്ടെ. രാമ, വിധിയുടെ കൽപ്പന ദുർഗ്രാഹ്യമാണ്, തീർച്ച. ഏറ്റവും ശക്തരായിട്ടുള്ളവർക്ക് പോലും അതിൻ്റെ ഉള്ളടക്കം മറ്റൊന്നാക്കാൻ സാധ്യമല്ല. നീ എന്തിനു വേണ്ടിയാണോ ഞങ്ങളെയെല്ലാം ഇപ്പോൾ വിട്ടുപോകുന്നത്, ആ ധർമ്മം രാജ്യഭ്രഷ്ടനായി ജീവിക്കുന്ന കാലത്തും നിന്നെ തീർച്ചയായും രക്ഷിക്കുകയും നയിക്കുകയും ചെയ്യും. രാമ, ഈ നിമിഷത്തിൽ തന്നെ ഈ 14 വത്സരം ഉരുണ്ട് കഴിഞ്ഞു പോവുകയും നീ വിട്ടുപോകുന്നതിന് പകരം മടങ്ങി വരുന്നത് കാണുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഹാ കഷ്ടം, എൻ്റെ ഭ്രാന്തിന് മാപ്പ് തരൂ മകനെ.
ഞാൻ എങ്ങനെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് തരേണ്ടത്? 14 വർഷങ്ങൾ, 14 ദിവസങ്ങൾ എന്നെപ്പോലെ ദിവസങ്ങൾ എന്ന പോലെ അല്ലല്ല, 14 നിമിഷങ്ങൾ എന്ന പോലെ എന്ന് പറയണോ? സുരക്ഷിതനായി മടങ്ങി വരൂ, വേഗം വരൂ, എന്നിട്ട് ചക്രവർത്തിയായി അഭിഷിക്തനാകൂ. ഹേ രഘുവംശരത്നമേ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, രാജഭ്രഷ്ട ജീവിതകാലത്ത് ധർമ്മദേവത തീർച്ചയായും നിന്നെ രക്ഷിക്കും. കാരണം അവളെ പ്രസാദിപ്പിക്കാനാണല്ലോ നീ കാട്ടിലേക്ക് പോകുന്നത്. രക്ഷിതാക്കളിൽ വെച്ച് ഏറ്റവും ശക്തിയും ഏറ്റവും ദൃഢനിശ്ചയവും അവൾക്കാണ്. ഈ 14 വത്സരങ്ങളും ഞാനിവിടെ ഈശ്വരന്മാരെ പ്രസാദിപ്പിക്കുകയും നിനക്കൊരാപത്തും വരാതെ രക്ഷിക്കണമെന്ന് അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നിന്റെ അമ്മയ്ക്കും അച്ഛനും ഗുരുനാഥനും നീ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ദീർഘായുസ്സും ആരോഗ്യവും സുഖവും നിനക്ക് പ്രദാനം ചെയ്യും. സത്യത്തോടുള്ള അഭേദ്യമായ ഭക്തി നിനക്ക് ധൈര്യം നൽകും. പർവ്വതങ്ങളും നദികളും ചെടികളും എറുമ്പിൻ പുറ്റുകളും കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും അവയിൽ ദയാപൂർവമായ സ്നേഹവായ്പോടെ സമീപിക്കും. നിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുകയും നിന്റെ ആനന്ദം നിറയ്ക്കുകയും ചെയ്യും. സൂര്യൻ, ചന്ദ്രൻ, ആകാശത്തിലെ ഇതര വസ്തുക്കളെല്ലാം നിന്നെ ദോഷങ്ങളിൽ നിന്നും തടഞ്ഞു രക്ഷിക്കും. ക്രൗര്യത്തിൻ്റെ ഹീനകർമ്മങ്ങൾ വ്യഗ്രതയോടുകൂടി യത്നിക്കുന്ന കാട്ടിലെ രാക്ഷസന്മാർ പോലും നിന്നിലേക്ക് ആകൃഷ്ടരാവും. കാരണം നിന്റെ ഹൃദയം ശീതളവും സുഖദായകവുമായ പ്രേമത്താൽ പരിപൂർണമാണ്. അവർ നിന്നെ യജമാനനായി സ്വീകരിച്ച് നിന്റെ പാദങ്ങളിൽ കീഴടങ്ങും. രാമനെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് കൗസല്യ തന്നെ വലം വയ്ക്കുന്ന ദുഃഖത്തെ പ്രയാസപ്പെട്ട് വിഴുങ്ങി. ശാന്തവും ധീരവുമായ മുഖഭാവം കൈക്കൊണ്ടു അവർ രാമൻ്റെ മൂർധാവിൽ മണത്ത് പ്രേമമായ ഒരാശ്ലേഷത്താൽ തൻ്റെ ശരീരത്തോട് അടുപ്പിച്ചു നിർത്തി. അവർ അദ്ദേഹത്തിൻ്റെ ഗണ്ഡങ്ങളിൽ ചുംബിച്ചു. രാമ, സുരക്ഷിതനായി മടങ്ങി വരൂ, ആനന്ദത്തോടെ പോകൂ എന്ന യാത്രാവചനം ഉച്ചരിക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾ വിറച്ചു. മാതാവ് തന്നിൽ അർപ്പിക്കുന്ന വാത്സല്യത്തിൻ്റെ ആഴം രാമൻ മനസ്സിലാക്കി. ആദരപൂർവമായ കൃതജ്ഞതയോടുകൂടി അദ്ദേഹം പലവുരോ മാതൃപാദങ്ങൾ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ദുഃഖിക്കരുത്, ഉറക്കമോ ഭക്ഷണമോ ചുരുക്കരുത്, ആരോഗ്യം അപകടപ്പെടുത്തരുത്. ആനന്ദപൂർണമായ ഹൃദയത്തോടുകൂടി എന്നെ എപ്പോഴും ഓർമ്മിക്കുക. അമ്മയുടെ ചിന്തകൾ എൻ്റെ സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനും പ്രതിഫലിക്കും. അങ്ങ് ഇവിടെ നിന്ന് ദുഃഖിക്കുമ്പോൾ എനിക്കങ്ങനെ അവിടെ സുഖമുണ്ടാകും. എനിക്കവിടെ സുഖം ഉണ്ടാവണമെന്ന് അമ്മ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ അമ്മ സുഖമായിരിക്കേണ്ടതുണ്ട്. പൂർണ്ണ ഹൃദയത്തോടുകൂടി ഇവിടെ നിന്നും എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണം. ഇപ്രകാരം അഭ്യർത്ഥിച്ചുകൊണ്ട് അവരെ ആ നിലയിൽ വിട്ടുപോകാൻ ഇഷ്ടമില്ലെങ്കിലും അദ്ദേഹം ധർമാചരണത്തിൻ്റെ വ്യഗ്രതയോടുകൂടി പുറത്തു കടന്നു. രാമൻ രാജപാതയിൽ കടന്ന് അവിടെ നിറഞ്ഞു നിരുന്ന ആൾക്കൂട്ടത്തിൽ കൂടി നഗ്നപാതനായി നടക്കാൻ തുടങ്ങി. സത്യത്തിൻ്റെയും നന്മയുടെയും വെട്ടിത്തിളങ്ങുന്ന പ്രതീകത്തെ കണ്ട് ജനങ്ങൾ അത്ഭുത സ്തബ്ധരായി. രാമൻ വനത്തിലേക്ക് പോവുകയാണെന്ന് നഗരവീഥികളിൽ പരന്നിരുന്ന വാർത്തകൾ പൗരന്മാർ കേട്ടിരുന്നു. അത് സത്യമാണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് അസത്യം ആകണമെന്നവർ പ്രാർത്ഥിച്ചു. എന്നാൽ അവിടുന്ന് നഗ്നപാതനായി നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവരുടെ ഹൃദയം ചുരുണ്ടുപോയി. അഭിഷേകത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ഹർഷോന്മാദം ക്ലേശത്തിൻ്റെ അഗാധതയിലേക്ക് കുത്തനെ പതിച്ചു. ആനന്ദം കൊണ്ട് വികസിച്ചിരുന്ന മുഖങ്ങൾ പെട്ടെന്ന് വാടിത്തളർന്നു തൂങ്ങി ഉണങ്ങിപ്പോയി. തനിക്ക് ചുറ്റുമുണ്ടായിരുന്നവരിൽ ഒരാളെയും നോക്കാൻ രാമൻ മുഖമുയർത്തിയില്ല. അവിടുന്ന് സീതയുടെ വാസഗൃഹത്തിലേക്ക് നടന്നു. സായിറാം.